ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന റോളുകളിൽ എത്തിയിട്ടും ഒരു തരത്തിലും ഒരു ഹൈപ്പും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്നേ ദിവസം റിലീസ് ചെയ്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ നടന്ന സംഭവം. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഡാർക്ക് ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം തന്നെ നേരിടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ടൊവിനോ നായകനെ എത്തിയ 2018 മർഡോണ സിനിമയുടെ സംവിധായകൻ വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമ കൂടിയാണ് നടന്ന സംഭവം. ഒരു ഡാർക്ക് ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ, ഒരു ഷോർട്ട് ഫിലിം സബ്ജക്റ്റുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ, ഒപ്പം തന്നെ ഒരു OTT മെറ്റീരിയൽ സിനിമ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം വളരെ ചുരുക്കം അഭിപ്രായങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സിനിമ നേരിടുത്തിരിക്കുന്നത്. സുരാജ്, ബിജു മേനോൻ, ലാലു അലക്സ്, ജോണി ആന്റണി, ശ്രുതി രാമചന്ദ്രൻ, ലിജോ മോൾ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച അത്യാവശ്യം മികച്ച അഭിനേതാക്കളെല്ലാം തന്നെ ഉള്ള സിനിമയായിരുന്നിട്ടും ഒരു തരത്തിലും സിനിമ നല്ല അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ ആവറേജ് അഭിപ്രായങ്ങൾ പോലും ആദ്യ ദിവസം നേരിടുത്തിട്ടില്ല. ലൈസൻസ് കിട്ടാൻ വൈകിയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചത് പോലും ഉച്ചയോടെ മാത്രമാണ്. അപ്പോൾ നടന്ന സംഭവം എന്ന സിനിമ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്തിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.